നീ വല്ലതും കഴിച്ചാർന്നു? ഓ റൊട്ടി. ഡ്യൂട്ടിക്ക് കേറാറായി. നാളെ വിളിക്കാം മഹേഷേട്ടാ. നിന്നെ ഒരു ചെറിയ ഉമ്മ തന്നേ. ഐ ലവ് യു. ടേക്ക് കെയർ മഹേഷേട്ടാ. ബൈ. ചാച്ചാ കഞ്ഞി കുടിക്കാം. ചാച്ചാ ചാച്ചാ ചാച്ചൻ കിടന്ന് ചാച്ചാ ചാച്ചാ For Shikhar Dhawan. He's got a glove on that, and it's enough for 4, and it's a boundary which brings up the half century for Rohit Sharma. Oh, look at this! Oh, it's handsome into the night sky it goes. വേണ്ട, ചാച്ചനാണീറ്റ് വിക്കറ്റ് പോകും. Another shot delivery. And the first idea what the outfield is like. ചാച്ചനെ കാണാനില്ല. കാണാനില്ലെന്നു? Oh, that's been taken. നീ നല്ലോണം നോക്കിയായിരുന്നു? പോയി. സാറിനെ കണ്ടോ? ഇല്ല. അതാ അടുത്ത ബന്ധുവീട്ടിലൊക്കെ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു, എങ്ങും എത്തിയിട്ടില്ല. ഇതിന് മുമ്പ് മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റാ. അടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ നോക്കിയായിരുന്നു? മാതാവേ, ചാച്ചനെ തിരിച്ചു കിട്ടിയ 51 കിലോ കുരിശും ചുമന്നുകൊണ്ട് എഴുകുമ്പോൾ കുരിശുമല കയറിക്കൊള്ളാമേ. മഹേഷേ, സാറേ നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ. അതെ സാർ, ഈയിടെയായിട്ട് ഭാവന അച്ഛന് ഇച്ചിരി മിസ്സിംഗ് ഉണ്ടോ എന്നൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിക്കേട്ടാ, ഈ ലോകം എത്ര സുന്ദരമാണ്. വട്ടായോ? എടാ ബേബി, നീയും സുന്ദരനാടാ. വട്ടല്ല വട്ടല്ല. ജോക്രുവ 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 ജോ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ, നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെടണം. പിന്നെ സാറേ, ഇന്നാളൊരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോഴേ എവിടെ എന്നാ ഭാവന ചായ, ഭിത്തിയെ കയറാൻ കൊതിയായോ? എടാ, ഓച്ചിരോത്സവത്തിന് നമ്മൾ കാബര കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ട്? ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. മറക്കാൻ പറ്റൂ? എനിക്ക് ഒന്നുകൂടെ കാബര കാണണം. ബാംഗ്ലൂരുണ്ട്, കട്ടപ്പനയിൽ നിന്ന് ഡെയിലി ബസ്സും പോകുന്നുണ്ട്. നമുക്ക് പോവാന്നേ. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് പിന്നെ പേടിപ്പിക്കാതെ. നിങ്ങൾ ചെല്ല്, ഞാനൊന്ന് നോക്കട്ടെ.
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാവും. ചെല്ല്. നന്നായിട്ടൊന്ന് നോക്കണേ സാറേ. സാറേ, കർണാടക പോലീസിന്റെ കാര്യം താഹർ 2 ഗ്ലാസ് എടുത്തോണ്ടോടാ. നീ വിഷമിക്കണ്ടടാ മകേശേ. ഭാവനാച്ചൻ എന്നോട് പറയാതെ മരിക്കാനൊക്കത്തില്ല. എന്നാടാ മഹേഷേ, മഹേഷേ, ചാച്ച എന്നെ കാണിച്ചേ. എന്നെ അങ്ങ് കൊല്ലിയ. മഹേഷേ, കിട്ടി കിട്ടി. എല്ലാരും പറയുന്ന ചാച്ചന്റെ കിളി പോയി തുടങ്ങിയെന്ന്. ചാച്ചൻ വാഴത്തോട്ടത്തിൽ എന്നെ എടുക്കുകയായിരുന്നു. കിളി വന്നു എന്ന് നോക്കുമായിരുന്നു. ചാച്ചൻ കിടന്നോ? ചാച്ചൻ ഇച്ചിരി നീങ്ങി ഇച്ചിരി. ആരാ? ക്രിസ്പിൻ ബേബി സാറ്. ചാച്ചൻ കുളിക്കുക. കയറിയിരിക്കെ. താങ്ക് യു. ഞാനൊരു പാവം വർമ്മ. ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. ചാച്ചൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ. വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. ലാലേട്ടൻ ഫാനാ? അല്ല, മമ്മൂക്ക. ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പം എന്നാ റോളുകളും ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടല്ലോ, വർമ്മ നായർ മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നെ ചിരിച്ചേ? നമസ്തേ ബേബി സാർ. പോട്ടെ. പാസ്റ്റർ വിളിച്ചായിരുന്നു. ഫോട്ടോഷോപ്പൊക്കെ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. CX6CC. ഓക്കെ ഓക്കെ. തിങ്കളാഴ്ച കടയിലോട്ടോ, ബാക്കി എവിടെ ചോറേ. ശരി സാർ. നിൽക്ക്, ഞാൻ കടയിലോട്ടാ. കവല വിടാം. താങ്ക് യു സാർ. സണ്ണി ചേട്ടോ, ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണി അലക്കാൻ കയറിയതാ. വേണ്ടായിരുന്നു. കട്ടപ്പനയിലെ കുട്ടികൾക്ക് ഫാഷന്റെ മാസ്മരിക ലോകത്തേക്ക് ഒരു കിളിവാതി. കട്ടപ്പന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ആരേത്? മാഷേ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എൽദോ ചായനപ്പോഴാ തിരിച്ച്? അടുത്ത് തന്നെ പോണ്ടാവേ. ഒരു പറമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കോട്ട് നല്ല ഇവിടെ ഉണ്ടായിരുന്നു. എന്തിനാ? എടുക്ക, ഇരിക്കേ. ചായ ഇങ്ങോട്ട് നോക്കിക്കോ, ലെൻസിലേക്കേ. ആ, ഇനി സാബൊന്ന് മാറിക്കേ. ആ, അങ്ങനെ ഇരിക്കട്ടെ. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ,
സച്ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. നൈസായിട്ടൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ കൊള്ളാം അല്ലേ? ബേബിച്ചേട്ടോ കഴിക്കാം. ഒരു 5 മിനിറ്റടാ. എന്നാടാ മുട്ട പൊരിച്ചത് മഞ്ഞക്കറി മാത്രമേ ഉള്ളൂ? ഇന്നലെ കിടന്നപ്പോ ഒരു നേരമായില്ലേ. ഭാവനച്ചാൻ വാഴത്തോട്ടത്തിൽ എന്നെ എടുക്കായിരുന്നു, വല്ലതും പറഞ്ഞായിരുന്നു? ഓരോ കളികളും. സാരമില്ലടാ, പ്രായമായി ഇങ്ങനെയാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്നാൽ പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണിച്ചേട്ടൻ തന്നെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാവിൻ്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഏത് സണ്ണിച്ചേട്ടൻ? മഹേഷ്, ഗിരീഷ്, സുരേഷേ വേണ്ട, നിന്റെ സൗമ്യയുടെ അപ്പാപ്പൻ തന്നെ. എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പറയാൻ വരും. മകേഷേ, വേവിച്ചായോ? ആ വേവിച്ചായോ? നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് കൂടി വടിയായത് കേട്ടല്ലോ. നിങ്ങൾ വല്ലതും കേട്ടായിരുന്നോ? ഞങ്ങളിതാ ഇപ്പൊ പറഞ്ഞു. വന്നേ വന്നേ. എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പൻ പ്ലാവേന്ന് വീണ് മരിച്ചടി. അതേടി. ഇനി ഞാൻ വരണ്ടി വരുമോ അമ്മേ? നീ പോരെ, ഇല്ലേ പിന്നെ നാട്ടുകാരെന്നാ പറയും. ആദ്യം അത് 7:30-ആയിരുന്നു, ഇപ്പൊ 8:30-ആക്കി. എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചാൻ കാലത്ത് കടയിൽ പോണ്ടേ? ഓ പിന്നെ കടയിൽ. എൻ്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ടേച്ച് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട്. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? എന്നാ നിങ്ങൾ മക്കളെ എഴുന്നേറ്റ് പോയി കഴിക്കടി. ഓ എനിക്കിപ്പോ വേണ്ട. ഓ അവർക്കിപ്പോ വേണ്ടെന്നേ. കാര്യം വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? ആള് പോയേ. എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആമേ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, 1-ാം തീയതി പോലായിരുന്നു ചുറ്റിപ്പോയാനെ. അതെ അതെ. എടാ ബേബി, എന്നാ പറ്റിയ? ചെറിയൊരു വേദന. എല്ലാവരും ഓടി വായോ. ഓ എടി മോളി, ആ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേടി. ഇവന്റെ ഒരു ഉടുക്കത്തെ കുടി. എടി മോളി, ഓ എന്നെ കുരിയച്ചാ, എല്ലാവരും ഓടി വായോ. ബേബി, എന്നതാ നീ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തു വാ. വെള്ളം കൊടുക്കരുത്. എടാ ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. അച്ചാക്കാണെങ്കിൽ വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കാം. ചായയൊക്കെ തിളച്ചു ആള് തീരുമാനിക്കും. CPR കൊടുക്കണം. മാറിക്കേ, മൂവ്. എനിക്ക് അത്ര വേദനയില്ല, എന്റെ കുറവുണ്ട്. എല്ലാവരും മാറി കാറ്റ് കയറട്ടെ. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, ഉപ്പ് തന്നെ കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കെ, കം ഓൺ. എനിക്ക് വേദനിക്കുന്നു. വേദനയില്ലെന്ന്. അമ്മിക്കല്ല അപ്പടി കുറുമ്പ. എന്നാ ഈ കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. ഓ നീ വല്ലതും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ഇതെന്നാ? കുമ്പളപ്പം. എത്ര നാളായെന്നറിയത് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? പിന്നെ എന്നാ ഒക്കെ ഉണ്ട്?
ഉന്തീസ് തീസ് ഊതിക്കോ ഊതിക്കോ. അയ്യോ एक दो तीन അയ്യോ അയ്യോ ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ CPR ന്റെ പോടാ. ഇപ്പൊ എങ്ങനെ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ചേട്ടാ ആംബുലൻസ് വിളിക്കട്ടെ? വൈകിട്ട് ഇച്ചിരി വാട്ട് കപ്പ കഴിച്ചായിരുന്നു, ഗ്യാസിന്റെ. ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആണ്. അയ്യോടി വേവിച്ചാ ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ, വലിയ ഉപകാരം. കേട്ടില്ലേ, ഗ്യാസിന്റെയാ. കാലക്കി എൻ്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ ആയിരുന്നു, നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ചെറുക്കനും പാർട്ടിയൊക്കെ എത്തിയിട്ടോ കുഞ്ഞോനെ. നമസ്കാരം. നമസ്കാരം, വാ. കയറി വാ. എന്നാ പറ്റി? ഇത് തുറക്കത്തില്ലല്ലോ. ആ ലോക്കൊന്ന് വലിച്ചേ. ഇത് സ്റ്റക്കാ. ഒന്നുകൂടെ നോക്കി. ഇല്ലേ? ക്ഷണക്കേടാണല്ലോ കുഞ്ഞോനെ. ഞാൻ അപ്പുറം വരാം. ഗ്ലാസ് ഒന്ന് താത്തിക്കേ. സ്കെയിൽ വല്ലോട്ട് നോക്കണോ? ഒരു മിനിറ്റ്. നീ ടെൻഷൻ ആണ്ട, ഞാൻ നോക്കട്ടെ. ഇല്ലേ അപ്പുറം ഇറങ്ങാന്നേ, ഇതൊക്കെ സാധാരണയല്ലേ. വാ ഇറങ്ങിക്കോ. നന്നായി വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ, എല്ലാവരും കയറിയോ? കേറുവാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? വിഷുള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ ഇടൂ. കേറുവാ. ജിപ്സി. ക്രിസ്പിൻ. ആ ക്രിപ്സി. അല്ല ക്രിസ്പി. ഓക്കെ പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഹായ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. നേരത്തെ കഴിഞ്ഞു. ഒരു പാസ്റ്ററുടെ മോനായതാ. ചേട്ടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ, സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. എങ്ങോട്ടാടാ? ഒരു ചെറിയ മരണം ഉണ്ടെന്നേ. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ. വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഓവറിലെ മകേഷായിട്ട് 4 6 അടിച്ച. മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ്. പള്ളിപ്പറമ്പന്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോ മകേഷേട്ടലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷേട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്. ശരി, പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട്. അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങിന്നോളാം. ഇത്ര ഹാൻഡ്സമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്.
It's simply because I didn't believe in arranged marriage. But ഒന്ന് രണ്ട് ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി. സൗമിക്ക് അങ്ങനെ എന്തെങ്കിലും? എങ്ങനെ? Some sort of a love or something like that? പിന്നെ അല്ല കേട്ടോ ഇച്ചിരി പിടിച്ചോ ജോസഫേട്ടാ നല്ല ഫോട്ടോ എടുത്തു വെച്ചോട്ടോ. നീ പോടാവില്ലേ? മേരി ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ചെല്ലേ കാത്തുണ്ട്. ആ മഹേഷേ, ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. ഓ അല്ല നീ കൊണ്ടാ കടയിലാരും ഇല്ല. ആ പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ, വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ, വാ. റോസ്റ്റ് കൊള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണിയാ നിക്കല്ലേ? മനുഷ്യർ പോകുന്നല്ലേ, എന്ത് വട്ടാടോ എനിക്ക്? എന്നാ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെച്ചു. ഏയ് നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ബാലൻസ് ഇല്ലെന്ന്. പറ, നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ആ എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരേൽപ്പിച്ചേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളാം. ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമിച്ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവന് ഇച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ, നീ ടെൻഷൻ ആവല്ലേ. നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണം. ആ അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. തായറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, എടാ കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക്, തിരിച്ച് വിളിക്ക്. പ്ലീസ്. എന്നെ എൽദോ ചായ? ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതി കയറി ഇടപെടാൻ? ഞാനോ?
ഞാൻ നിന്റെ അപ്പൻ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ. ആളിയുടെ തന്തയ്ക്ക് പോണോടാ. അവൻ്റെ ഒരു മധ്യസ്ഥത. അവന്റെ അപ്പനെ വിളിച്ചിട്ട്